സ്റ്റാലിനെ പരാജയപ്പെടുത്തും, സ്റ്റാലിനെ കുത്തുവാള എടുപ്പിക്കും എന്ന് പറഞ്ഞ തമിഴക വെട്ടിക്കഴകം നേതാവും ചലച്ചിത്ര നടൻ കൂടിയായ വിജയ് ഇപ്പോൾ മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ്. ജീവൻ പൊലിഞ്ഞ ആളുകൾ കരൂരിലെ തന്റെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ, റാലിയിൽ പങ്കെടുക്കാൻ എത്തിയ ആളുകളുടെ ഉറ്റവർക്കും ഉടയവർക്കും സാമ്പത്തിക സഹായം ഉൾപ്പെടെ നൽകും, ആജീവനാന്തം നൽകുമെന്നൊക്കെ സിനിമാ സ്റ്റൈലിൽ പറയാൻ കൊള്ളാം. എന്നാൽ ഇതൊക്കെ ഏതൊക്കെ രീതിയിൽ പ്രാവർത്തികമാക്കുന്നു? മറ്റൊരു ചലച്ചിത്ര നടനായ തമിഴ് നടൻ സൂര്യ, അദ്ദേഹം ഇതുപോലെ തഗ് ഡയലോഗുകൾ അടിക്കാറില്ല. എപ്പോഴും ചെയ്തു കാണിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ പതിവ്. അദ്ദേഹം ഏറ്റവും മികച്ച രീതിയിലാണ് അവിടെ പല രീതിയിലുള്ള സാമ്പത്തിക സഹായങ്ങളും എഡ്യൂക്കേഷൻ പോളിസികളും, അതും വലിയ തോതിൽ അവിടെ നടത്തുന്ന വിദ്യാഭ്യാസ സംരംഭങ്ങൾ, അത്തരത്തിലുള്ള പരിപാടികൾ ഏവരെയും കോരിത്തെരിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്. ഇപ്പോഴത്തെ ഏറ്റവും വലിയ റിപ്പോർട്ട് അനുസരിച്ച് BJPയുമായി സഖ്യം കൂടാനാണ് തമിഴക വെട്ടിക്കഴകം ആലോചിക്കുന്നത്. ഇത് വിജയിയുടെ സ്റ്റാർഡത്തെ ഇടിക്കും. കാരണം വിജയ് ഫാൻസിൽ കൂടുതൽ ആളുകളും കൃത്യമായി ആന്റി BJP ആണ്. അതായത് മതേതരത്വം ഊന്നിക്കൊണ്ടുള്ള രാഷ്ട്രീയമാണ് അവർ കളിക്കുന്നത്. ജോസഫ് വിജയിയെ അദ്ദേഹത്തിന്റെ ജാതി പറഞ്ഞ് ആക്ഷേപിക്കാനും അദ്ദേഹത്തിനെ താറടിക്കാനും ഒക്കെ നിരവധി തവണ BJPയുടെ നേതാവായ അന്നാമലൈ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് ആരും മറന്നു പോകരുത്. ഒരിക്കൽ വിജയ് വോട്ടെടുപ്പ് ദിനത്തിൽ സൈക്കിളിൽ യാത്ര നടത്തി വന്ന് പോളിംഗ് ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി സൈക്കിളിൽ തിരിച്ചു പോകുമ്പോൾ ആ റാലി ഈ രാജ്യം മുഴുവൻ കണ്ടതാണ്. അത് മോദിക്കെതിരെയുള്ള ഒരു നിശബ്ദ പ്രചരണമായി തമിഴ്നാട്ടിൽ കലാശിക്കുകയും ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള വിജയ് തന്റെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി വ്യക്തിത്വം പണയം വെച്ച് അടിമത്തം സ്വീകരിച്ച് അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും ഗുഡ് ബുക്കിൽ ഇടം പിടിക്കാനുള്ള സാഹചര്യം ഒരുക്കുകയാണ്. കരൂർ ദുരന്തത്തിന് മുമ്പുള്ള വിജയ് അല്ല, അതിന് ശേഷമുള്ള വിജയ്. അതിനു മുമ്പ് വരെ താനൊരു ഹീറോ ആണ് എന്നുള്ള പരിവേഷം ഉണ്ടായിരുന്നെങ്കിൽ അതിനുശേഷം 39 പേരുടെ ജീവൻ നഷ്ടമാകാൻ കാരണമായ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ട ഒരു പ്രതിനായകന്റെ സ്ഥാനമാണ് ഇപ്പോൾ വിജയ്ക്ക് ജനങ്ങൾ ചാർത്തി കൊടുക്കുന്നത്. തമിഴ് മക്കൾ കുളിച്ച പുലഭ്യം വിളിച്ചു പറയുകയാണ് വിജയിയെ കുറിച്ച്. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ആളുകളെ പ്രഹസനം കാണിച്ച് വട്ടാക്കുന്നത്? വിജയുടെ സിനിമകളിലെ മാസ്റ്റഗ് ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്ത് പുരയിച്ചി തരവീസ് ജയലളിതയെ പോലെയോ MGRനെ പോലെയോ സിനിമയിൽ നിന്നും രാഷ്ട്രീയത്തിൽ മുഖ്യമന്ത്രി വരെ ആകാം എന്ന് കണക്കൂട്ടലുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ആ മോഹം മുളയിലെ നുള്ളിക്കളഞ്ഞിരിക്കുകയാണ് സ്റ്റാലിൻ. സ്റ്റാലിൻ ഒരൊറ്റ വാക്യമാണ് പറഞ്ഞത്: അണികളെ സംരക്ഷിക്കാൻ കഴിയാത്തവർ ഒന്നും തന്നെ നേതാക്കളല്ല എന്നതിന്റെ അർത്ഥം ഒരു നേതാവും അണികളെ കൊലയ്ക്ക് കൊടുക്കില്ല എന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. അതിന് മറ്റൊരു ദ്വയാർത്ഥം കൂടിയുണ്ട്. വിജയെ പോലെ ഒരു വ്യക്തിക്ക് അത് മനസ്സിലായിട്ടില്ല എങ്കിൽ അതിനർത്ഥം രാഷ്ട്രീയത്തിൽ അമ്പെ പരാജയപ്പെട്ടു എന്നത് തന്നെയാണ്.